ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ നാടൻ പലഹാരമായ അരിയുണ്ട അല്ലെങ്കിൽ അവലോസുണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമാണ്. മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ ഈ നാടൻ പലഹാരം ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ പലഹാരം അരിയുണ്ട അല്ലെങ്കിൽ അവലോസുണ്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇപ്പോൾ നമ്മുടെ അരിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മട്ടരിയാണ് എടുത്തേക്കണത്, കുത്തരി. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരരിപ്പയിലേക്ക് ഇട്ട് വെച്ചേക്കുവാണ്. കഴുകി കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ചിരുന്നാൽ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോയിക്കോളും. ഫസ്റ്റ് നമുക്ക് നമ്മുടെ അരി ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രം ചൂടാക്കാൻ വയ്ക്കാം. ഇതാ നമ്മുടെ അരി വറക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പം നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ കഴുകി വെള്ളമൊക്കെ വാർന്നു പോയ അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക. നമ്മുടെ അരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കുറച്ച് ടൈം എടുത്ത് തന്നെ വറക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് വറുത്തെടുക്കരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരി ഉണ്ട കിട്ടാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അരി നന്നായിട്ട് വറുത്തെടുക്കാം. നമ്മുടെ അരിയുടെ കളറൊക്കെ മാറി ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങും. നമ്മുടെ അരിയുടെ കളറ് ചെറുതായിട്ട് മാറാൻ തുടങ്ങുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ തന്നെ എല്ലാ അരിയും ഒരേപോലെ തന്നെ മൂത്ത് വരുള്ളൂ. നമ്മുടെ അരിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മട്ടയിൽ തന്നെ യൂസ് ചെയ്യണം, വെള്ളരി ഒന്നും യൂസ് ചെയ്യരുത്. അല്ലെങ്കിൽ പിന്നെ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കാം, മുഴുവനുള്ള ഗോതമ്പ്. അതും ഈ രീതിയിൽ തന്നെ വറുത്തെടുക്കണം. അപ്പോൾ എന്താ നമ്മുടെ അരി ചെറുതായിട്ട് പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇനി കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. കണ്ടോ, അരി ചെറുതായിട്ട് പൊട്ടുന്ന സൗണ്ട് കേൾക്കണില്ലേ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുമ്പോൾ ഒരു 10 മിനിറ്റോളം എടുക്കും. ഇതാ നമ്മുടെ അരി ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ അരിയെല്ലാം പൊട്ടിക്കഴിഞ്ഞു, നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത്രയും മതിയാകും. നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാത്രത്തിൽ തന്നെ വച്ചിരിക്കണ്ട, ചൂടുകൊണ്ട് അങ്ങ് കരിഞ്ഞു പോകും. ഇതാ നമ്മുടെ അരി വറുത്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് ആറണം. ആറിയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം മിക്സി ബൗളിലിട്ട്. ചൂടോടുകൂടി പൊടിക്കാൻ പാടില്ല. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നല്ല ഫൈനായിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ചൂടാറട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്താ നമ്മുടെ അരി വറുത്തതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു മിക്സി ബൗളിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സി ബൗളിൽ വെള്ളമയം ഒന്നുമില്ലാതെ ശ്രദ്ധിക്കണം. ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ അരി നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇതാ നമ്മുടെ അരിപ്പൊടി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ശർക്കര ചീകിയെടുത്തത്. ഇത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എടുത്തോണേ. അപ്പോൾ ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കുക, മധുരം കുറവ് മതിയെങ്കിൽ കുറച്ചെടുത്താൽ മതി. പിന്നെ എടുത്തേക്കുന്നത് കുറച്ച് തേങ്ങയാണ്, നല്ല ഫ്രഷ് തേങ്ങ. ഞാനിപ്പോൾ ഈ തേങ്ങ മിക്സി ബൗളിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കും, എല്ലാ തേങ്ങയും ഈവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് കറക്കിയെടുത്തിട്ട് വരാം. നമ്മുടെ തേങ്ങയും ശർക്കരയും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ശർക്കരയും. നമുക്കിനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് മാത്രം ചേർത്താൽ മതി. നമ്മൾ മധുരമുള്ള എന്തുണ്ടാക്കിയാലും കുറച്ച് ഉപ്പ് ചേർക്കണം. എന്നിട്ട് ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞെരടി യോജിപ്പിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ശർക്കരയും തേങ്ങയുടെ നന്നായിട്ട് യോജിച്ച് വരണം. നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ചേർക്കണില്ല. നമ്മുടെ തേങ്ങയും ശർക്കരയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. കുറച്ച് വെള്ളമയം വന്നിട്ടുണ്ട്.
അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചില്ലേ നമ്മുടെ അരി, അത് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുക്കണ്ട, കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കാഷ്യൂനട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഓതൻറ്റിക് ആയിട്ടുള്ള റെസിപ്പി നമ്മുടെ അരി വറുത്ത് പൊടിച്ചതും തേങ്ങയും ശർക്കരയും മാത്രമേ ഉള്ളൂ. നമ്മുടെ അരിപ്പൊടി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമുക്ക് ഉരുട്ടാതെ ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നമ്മൾ ഉരുട്ടാതെ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യണത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പം എന്താ നമ്മുടെ അരിപ്പൊടിയും ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം. ഉരുളയുടെ വലിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതാക്കുകയോ വലുതാക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഒത്തിരി വലുതുമല്ല ഒത്തിരി ചെറുതും അല്ലാത്തൊരു വലിപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്. ഉണ്ട് ഈ ഒരു വലിപ്പം നമുക്ക് ഈസി ആയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള നമ്മുടെ സ്വന്തം നാടൻ അരിയുണ്ട അല്ലെങ്കിൽ അവലോസുണ്ട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമില്ലാത്ത ആടെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.